ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ ഒരു DVR ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത് ഇതേപോലെയുള്ള രണ്ട് മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ രണ്ട് TV-യിലേക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് സാധ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള HDMI സ്പ്ലിറ്ററുകളാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കമ്പനിയൊന്നുമില്ല. എൻ്റെ കയ്യിൽ രണ്ട് HDMI സ്പ്ലിറ്റർ ഉണ്ട്. രണ്ടും രണ്ട് ക്വാളിറ്റിയിലുള്ളതെന്നാണ് ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്താണ് ഈ ഒരു HDMI സ്പ്ലിറ്റർ എന്നുള്ളത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണത് ഈ 4K × 2K HDMI സ്പ്ലിറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കാണുന്നത് ഒരു HDMI സ്പ്ലിറ്ററും അതുപോലെ തന്നെ അത് പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 വോൾട്ട് അഡാപ്റ്ററുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിന് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒന്നും വരുന്നില്ല. കാരണം ഇത് ചൈനീസ് പ്രോഡക്റ്റുകളാണ്. കാരണം ഇതുപോലെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും ചൈനീസ് പ്രോഡക്റ്റുകളാണ്. അതിന് പ്രത്യേകിച്ച് പേരോ വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും വരുന്നില്ല. ചെക്കിംഗ് വാറണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 5 വോൾട്ട് പവറാണ് വേണ്ടത്. അതിവിടെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ഒരു സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസ് അപ്പം തന്നെ ഓണാകും. പിന്നെ നമ്മുടെ DVRയിൽ നിന്ന് വരുന്ന HDMI കേബിൾ എടുത്തിട്ട് നേരെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു HDMI ഇൻപുട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം രണ്ട് TV-യിലേക്ക് അല്ലെങ്കിൽ രണ്ട് മോണിറ്ററിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് HDMI ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു DVRൻ്റെ ഡിസ്പ്ലേ നമുക്ക് രണ്ട് TV-യിലേക്ക് ഒരേ സമയം കാണുന്ന രീതിയിൽ ഈ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് സെറ്റപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റർ നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റർ ഞാൻ നോക്കിയിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്പ്ലിറ്ററിനെ പോലെയല്ല, കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം വന്നേക്കുന്ന ഡിവൈസ് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഡിവൈസിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം കണ്ടക്കൂട്ട് ഒരു അഡാപ്റ്ററും ഇതിനൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ആ അഡാപ്റ്റർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതും 5 വോൾട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിവൈസിനകത്ത് പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ഡിവൈസിനെ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം കാണുന്നില്ല. എക്സാക്ട്ലി സൈസ് പോലും കറക്റ്റാണ് കണ്ടോ. ഇതിനകത്ത് എന്താണ് വ്യത്യാസം വരുന്നത്? ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് യാതൊരു ചേഞ്ചസും ഇല്ല. ഇതിൻ്റെ എക്സാക്റ്റ് സൈസ്, എക്സാക്റ്റ് സ്ക്രൂസ് എല്ലാം അത് തന്നെ. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു മാറ്റം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്ന LED ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു LED ലൈറ്റ് ആണെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ അതേപോലെ ഈ ഒരു പ്രിൻറ്റിങ്ങും അതിങ്ങനെ പൊളിച്ച് കളയാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്രിൻറ്റിംഗ് ആണ്. അല്ലാതെ വേറെ യാതൊരു മാറ്റവും അത് കാണുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഡിവൈസുകളും ഒരു കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വ്യത്യാസമാണ് കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്. കാരണം ഇവരുടെ 4K എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സാധനത്തിനകത്ത് 1080p മാന്യമായിട്ടുള്ള രീതിയിലാണ് എഴുതിയേക്കണം. കാരണം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു രണ്ട് ഡിവൈസും ഫംഗ്ഷൻ ചെയ്യുന്നത് 1080p തന്നെയാണ്. ഇതിനകത്ത് ഇത് 4K-ലൊന്നും അല്ല ഇത് വർക്ക് ചെയ്യണം. ഇത് രണ്ടും 1080p ആണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ഈ ഒരു ഡിവൈസിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇടിവെട്ടിയാൽ മാത്രമേ പോകാൻ ചാൻസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കുന്ന പവർ വളരെ കുറവാണ്. ആകെ ഒരു മൊബൈലിന് കൊടുക്കുന്ന ടൈപ്പ് ഒരു 5 വോൾട്ട്. മൊബൈലിന് പോലും നമ്മളിപ്പോൾ അറിയാം 9 വോൾട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊരു 5 വോൾട്ട് മാത്രം പവർ കൺസപ്ഷൻ ഉള്ളൊരു ഡിവൈസ് ആയതുകൊണ്ട് വലിയൊരു ഹെവി വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടും ഇത് പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആകുന്ന ഒരു ഡിവൈസൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ടേക്കണ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാറുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മോണിറ്റർ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ടല്ലേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് രണ്ട് ഔട്ട്പുട്ട് വരും. ആ രണ്ട് ഔട്ട്പുട്ടും ഒരേപോലെയുള്ള മോണിറ്റർ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് LG-യുടെ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഒരു മോണിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയുള്ളൊരു മോണിറ്റർ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു 14 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തു, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു 32 ഇഞ്ച് LED TV ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 1080p ആണെങ്കിൽ ഈ രണ്ട് ഔട്ട്പുട്ടും വരുന്നത് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ രണ്ട് TV-യിലും വരുമ്പോൾ ഡിസ്പ്ലേ ശരിക്കും കറക്റ്റായിട്ട് മാച്ച് ചെയ്യില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് ഡിവൈസ് എടുത്താലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ HDMI സ്പ്ലിറ്ററൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിക്കൽ മോണിറ്റർ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള TV ഒക്കെ എടുക്കാൻ നോക്കുക. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും DVR എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് രണ്ട് ഡിസ്പ്ലേയിൽ അതായത് രണ്ട് മോണിറ്ററിലൊക്കെ ഒരേ സമയം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത് പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് 1x2 ആണ്. ഇതേപോലെ 1x4 വരുന്നുണ്ട്, 1x8 ഉണ്ട്, 1x16 ഉണ്ട്, 1x32 ഉണ്ട്. അങ്ങനെ പല മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അതിനനുസരിച്ച് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ
നമ്മളിപ്പോൾ ഈ കുറഞ്ഞ മോഡലൊക്കെ ആയതുകൊണ്ട് ഇത് വളരെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ട 650 രൂപ ആ റേഞ്ചോ അതിൽ താഴെ കണ്ടുള്ളൂ കേട്ടോ. വലിയ വിലയൊന്നും ഇനി വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടത് HDMI സ്പ്ലിറ്റർ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് HDMI സ്വിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ HDMI സ്വിച്ച് എന്താണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.